വെൽക്കം ബാക്ക് ടു നമ്മൾ മലയാളികൾക്ക് ഞായറാഴ്ച നോൺ ഇല്ലെങ്കിൽ ഒരു ഇറ്റ് ചോറ് ഇറങ്ങുമോ? ഇല്ല. കാരണം നമുക്ക് ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസമാണ്. പിന്നെ അന്നാണ് ചിലപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് നോണൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫായിരുന്നു കേട്ടോ. അപ്പൊ അത് കൊണ്ടുവന്ന അപ്പൊ തന്നെ ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കുക ചെയ്തത്. അപ്പൊ 7-8 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ കഴുകി, പിന്നെ ഇത്തിരി വലിയ പീസുകളായിരുന്നു, അപ്പൊ അതൊക്കെ ഞാൻ ചെറുതാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നല്ല പോലെ വെള്ളം ഒന്ന് വാറ്റിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിടണം. അപ്പൊ കുറച്ച് ഉപ്പിട്ടാൽ മതി. നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ വേപ്പില, 2 തണ്ട് വേപ്പില ഇടണം. പിന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്റെ ഒരു കുക്കറിന്റെ ഒരു വിസിൽ എന്ന് പറഞ്ഞാല് 7-8 വിസിൽ ഉണ്ടെങ്കിലാണ് അത് ബീഫ് വേവുള്ളൂ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും, അതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പൊ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച ശേഷം പെരിഞ്ജീരകം, പിന്നെ അതേപോലെ തന്നെ ലീഫ്, അതേപോലെ കറുകപ്പട്ട, പിന്നെ ഗ്രാമ്പൂ, തക്കോലം, ഇതൊക്കെ ഇടണം കേട്ടോ. പിന്നെ വറ്റൽമുളക് ഉണ്ട്, ഒരു 3-4 എണ്ണം വറ്റൽമുളക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടാൻ മറക്കരുത്. വേപ്പില എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ എല്ലാതും നല്ലപോലെ വേപ്പില ഇടും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 പിടി ചെറുള്ളി അരിഞ്ഞത് ഇടണം കേട്ടോ, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇടേണ്ടത് 3 സവാളയാണ്, അതും നീളത്തില് നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇടണം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും ഇതിലേക്ക് ഇടുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണോ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണോ, നിങ്ങൾ അടികട്ടിയ ഒരു പാത്രമാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ചെയ്യണമെന്ന് വെച്ചാല് അടികട്ടിയല്ലാത്ത പാത്രത്തിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പൊ അത് നോക്കിയിട്ട് അത് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇടണം കേട്ടോ. അങ്ങനെ ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ എല്ലാം കൂടി വാഴണം. തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടണം കേട്ടോ. അപ്പൊ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് വാട്ടി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പൊ ആ ഒരു ടൈം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതൊന്ന് ഒരു സൈഡിലോട്ട് ഒന്ന് വകഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ചെറിയ സ്പൂണാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഇടുന്നത് സാദാ മുളക് പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. അപ്പൊ മല്ലിപ്പൊടി ഞാനൊരു 2-2.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാകത്തിനനുസരിച്ച് ഇടാട്ടോ. അപ്പൊ എന്റെ ഒരു പാകം ഇതാണ്. പിന്നെ ഇതിൽ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഈ ഒരു പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് കൂട്ടണ്ട, നമുക്ക് പൊടി മാത്രം ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം അത് ആയി കഴിഞ്ഞ ശേഷം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതിൽ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് ഇത് എല്ലാത്തിലേക്കും ഒന്ന് പരണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് മസാല എടുക്കണം കേട്ടോ. അത് ചെറിയൊരു ജാറിൽ ഇട്ടിട്ട്, അപ്പൊ ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ വെള്ളം ഉണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഒരുമിച്ച് ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ആ അരച്ച ഒരു മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പൊ ജാറ് ഇത്തിരി ചൂട് കുറച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ചിലപ്പോ മുഖത്തേക്ക് തെറിക്കും, അത് ശ്രദ്ധിച്ചോളോ. അപ്പൊ ഇത് ചൂടാക്കിയ ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ആ സമയം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫും കൂടി ഇതിലേക്ക് ചേർക്കുവാണ് കേട്ടോ. അപ്പൊ ഇതിൽ ആവശ്യത്തിന് നെയ്യും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ജാറിൽ കുറച്ച് മസാലയൊക്കെ ഇരിക്കുന്നില്ലേ, അപ്പൊ അതിലേക്ക് ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മസാലയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത് അങ്ങനെ അടച്ചു വേവിച്ച ശേഷം തുറന്ന് നല്ല പോലെ ഒന്ന് ഇളക്കുക. അപ്പോ ഇതില് വല്ല ഉപ്പ് വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ.
അപ്പൊ ഞാനതൊന്ന് അതിന്റെ ഉപ്പുണ്ടോന്ന് നോക്കിയ ശേഷം മാത്രമാണ് ഉപ്പ് ഇടുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ നല്ല സൂപ്പർ ബീഫ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് മസാലക്കറി എന്ന് പറയണത് വേറെ നല്ല മസാല അരച്ചെടുത്തത് കൊണ്ടാണ് മസാലക്കറി എന്ന് പറയണത്. നല്ല അടിപൊളി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. മസാല അരച്ചെടുത്തതുകൊണ്ടാണ് ഇത്ര തിക്കില് കിട്ടിയേക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി സൺഡേ സ്പെഷ്യൽ ബീഫ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഓരോ ദിവസം ഇത് ഇരിക്കും തോറും ഇത് ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ കാണാൻ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.